ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. രാജ്യത്തെ 102 സീറ്റുകളിലേക്കാണ് 19-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട് 39 സീറ്റുകൾ, ഉത്തരാഖണ്ഡ് 5, അരുണാചൽ പ്രദേശ് 2, രാജസ്ഥാൻ 12, മണിപ്പൂർ 2, മേഘാലയ 2, മിസോറാം 1, നാഗാലാൻഡ് 1, സിക്കിം 1, ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും സീറ്റുകളും. 1625 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിൽ എൻഡിഎക്ക് 51 സീറ്റുകളാണ് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികൾക്ക് 48 സീറ്റുകളും. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടക്കുക. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും നിർണായകം തമിഴ്നാടും രാജസ്ഥാനുമാണ്. തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റുകളിലും നാളെയാണ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ 38 സീറ്റുകളും DMK സഖ്യമായിരുന്നു തൂത്തുവാരിയത്. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് സഖ്യം. DMKയ്ക്കൊപ്പം കോൺഗ്രസും ഇടതുപക്ഷവും മുസ്ലിം ലീഗും ചേർന്നാണ് പോരിനിറങ്ങുന്നത്. എന്നാൽ ഇക്കുറി തമിഴ്നാട്ടിൽ വലിയ വിജയം ഉണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷ പുലർത്തുന്നത്. 6 മണ്ഡലങ്ങളിലായിരുന്നു BJP ശ്രദ്ധ പുലർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി തവണ സംസ്ഥാനത്ത് എത്തിയിരുന്നു. BJPയുടെ ദേശീയ നേതാക്കളെയെല്ലാം അണിനിരത്തി വമ്പൻ പ്രചരണ റാലികളാണ് BJP കാഴ്ചവെച്ചത്. അതേസമയം അധികാരമുള്ള രാജസ്ഥാനിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. നഗൌർ, സീക്കർ മണ്ഡലങ്ങളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. BJP വിട്ടെത്തിയ RLTP നേതാവ് ഹനുമാൻ ബനിവാൾ ആണ് നഗൌറിലെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. സീക്കറിൽ CPM ആണ് മത്സരിക്കുന്നത്. ഇതുകൂടാതെ ചുരു, ജുൻജുനു പോലുള്ള സീറ്റുകളിലും കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ശിവസേന BJP സഖ്യം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ 5 സീറ്റിലാണ് തെരഞ്ഞെടുപ്പ്. ഇവിടെ വിദർഭ മേഖലയിലെ സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഉത്തരാഖണ്ഡിൽ ആദ്യഘട്ടത്തിലെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരുമെന്ന് BJP പറയുന്നുണ്ട്. മധ്യപ്രദേശിലും BJPയുടെ പ്രതീക്ഷ വാനോളമാണ്. മണിപ്പൂരിൽ BJP വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. ഇവിടെ 2 സീറ്റുകളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. മണിപ്പൂർ കലാപം BJPക്ക് തിരിച്ചടിയാകുമോ എന്ന് കാത്തിരുന്നു കാണാം. അസമിലെ ജോർഹട്ട് മണ്ഡലത്തിലാണ് മത്സരം. BJP തുടർച്ചയായി 2 തവണ വിജയിച്ച മണ്ഡലമാണിത്. ഇതുകൂടാതെ ബംഗാളിലെ 3 സീറ്റിലും ബീഹാറിലെ 3 സീറ്റിലും അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ സഹാറൻപൂർ, കൈരാന, മുസാഫർ നഗർ, ബിജ്നോർ, നാഗിന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP കൂറ്റൻ വിജയം നേടിയ സംസ്ഥാനമാണ് UP. അതേസമയം ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ 8 കേന്ദ്രമന്ത്രിമാരും 2 മുൻ മുഖ്യമന്ത്രിമാരും 1 മുൻ ഗവർണറും ജനവിധി തേടും. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നാഗ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക് വിജയം നേടി മത്സരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ മത്സരിക്കും. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റുമായ നബാം തുക്കിയാണ് റിജിജുവിന്റെ എതിരാളി. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രി സർബനാഥ സോനോവാൾ അസമിലെ ദിബ്രുഘട്ടിൽ നിന്ന് മത്സരിക്കും. മുസഫർ നഗർ ത്രികോണ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്രമന്ത്രി സഞ്ജീവ് ബലിയാൻ സമാജ്വാദി പാർട്ടിയുടെ ഹരീന്ദ്ര മാലിക്കിനും BSP സ്ഥാനാർത്ഥി ധാരാ സിംഗ് പ്രജാപതിക്കുമെതിരെ മത്സരിക്കുന്നു. DMK MPയും മുൻ ടെലികോം മന്ത്രിയുമായ A രാജയും കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രിയായ L മുരുകനുമാണ് നീലഗിരിയിൽ മത്സരിക്കുന്നത്. കാർത്തി ചിദംബരം, തമിഴ്നാട് BJP അധ്യക്ഷൻ K അണ്ണാമലൈ, തെലങ്കാന ഗവർണറും പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറുമായിരുന്ന തമിഴിസൈ സൗന്ദരരാജൻ, കനിമൊഴി, കമൽനാഥിന്റെ മകൻ നകുൽനാഥ് എന്നിവരും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്.